ഈ ഒരു ക്വസ്റ്റ്യൻ SSC CGL 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലുതായിട്ട് തോന്നുമെങ്കിലും ചെയ്യാൻ അധികമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേഷൻ ഉണ്ട്, അല്ലാതെ ചെയ്യാൻ പൊതുവെ കുറവാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത് നോക്കാം. ഫോഴ്സ് അത് പൗണ്ടിലാണ്. നീഡഡ് ടു കീപ് ദ കാർ ഫ്രം സ്കിഡിങ് ഓൺ എ കർവ് വേരീസ് ഡയറക്ട്ലി ടു ദ വെയിറ്റ് ഓഫ് ദ കാർ. അതായത് ആ ഫോഴ്സ് എന്ന് പറയുന്നത് കാറിൻ്റെ വെയിറ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ തന്നെ സ്പീഡ് മൈൽസ് പെർ അവറിലാണ്. അതിൻ്റെ സ്ക്വയറിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ തന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ആണ്. റേഡിയസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. റേഡിയസ് ആണെങ്കിൽ ഫീറ്റിലുമാണ് എടുത്തിരിക്കുന്നത്. ഇനി അവർ പറയുന്നുണ്ട്, സപ്പോസ് 6125 പൗണ്ട് ഫോഴ്സ്. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ എപ്പോഴാണേലും ഈ പറയുന്ന നമ്മുടെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാനായിട്ട് ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ. ഞാനിപ്പോൾ ഒരു K എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ആ പ്രൊപ്പോർഷണൽ സൈൻ മാറും, എന്നിട്ട് ഇതിങ്ങനെ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് Kൻ്റെ വാല്യൂ F×R/FW² എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാം? ഞാനാണെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കുവാണ്. 6125 ഫോഴ്സ്. ഓക്കെ, Kൻ്റെ വാല്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കുകയാണെ. 6125 ഫോഴ്സിൽ 2750 പൗണ്ട് 2750 പൗണ്ട് ഇടുമ്പോഴത്തേക്ക്, ഓക്കെ, ഇതെപ്പോഴാണ് കിട്ടുന്നത്? 6125 കിട്ടുന്നത് 2750 പൗണ്ട് ഇടുന്നു. 35 സ്പീഡ്. ഓക്കെ, 35 സ്പീഡ്. അപ്പോൾ 35 × 35, ദെൻ റേഡിയസ് എന്ന് പറയുമ്പോൾ 550. ഇങ്ങനെയായിരിക്കും പൊതുവെ ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഇനിയിപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് അടുത്തൊരു ഡാറ്റ വരും, എന്നിട്ട് ഫോഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടുപിടിക്കാനായിരിക്കും വരുന്നത്. അപ്പോൾ Kൻ്റെ വാല്യൂ കിട്ടി. ഇനിയിപ്പോൾ അടുത്ത കേസിൽ നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ Kൻ്റെ വാല്യൂ ഇട്ടിരിക്കട്ടെ, 6125 × 550, ദെൻ 2750, 35 × 35. രണ്ടാമത്തെ കേസിൽ വെയിറ്റ് വരുന്നത് 3600 പൗണ്ടാണ്. സ്പീഡ് വരുന്നത് 50. അപ്പോൾ 50ൻ്റെ സ്ക്വയർ, കാരണം F=KWS²/R ആണല്ലോ. ദെൻ 750 ഫീറ്റ്. ആദ്യമേ തന്നെ 0 എല്ലാം വെട്ടിക്കളയുക. ഇവിടെ ഓക്കെ, അവിടെ ഇരിക്കട്ടെ. ദെൻ 550 × 5 എന്തെന്ന് പറയുന്ന 2750. ഓക്കെ, അതും നമുക്ക് ഇതും വേണമെങ്കിൽ വെട്ടിക്കളയാം. ഇവിടുത്തെ ഒരു 5 തമ്മിൽ വെട്ടിക്കളയാം. പിന്നെ ഇവിടെ ഒരു 50 ഉണ്ട്, 25 ഉണ്ട്. 50 25 തമ്മിൽ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എത്ര എന്ന് പറയാം? 25 വെച്ച് കട്ട് ചെയ്യാം. 25, ഇത് 3 എന്ന് പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഇത് തമ്മിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം. 12 എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് 35 × 35 ഉണ്ട്. ഓക്കെ, 6125 ഉണ്ട്. 6125 35 ഉണ്ട്. നമുക്ക് രണ്ടും തമ്മിൽ ഡിവൈഡ് ചെയ്ത് പോകും. ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 175 എന്ന് പറഞ്ഞ് കിട്ടും. പിന്നെ 175-നെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ 35 വെച്ച് ഡിവൈഡ് ചെയ്ത് കളയാം. അവിടെ 5 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ ആക്ച്വലി 12 ഒരു 2 0 5 × 2 5 × 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 10. അപ്പോൾ 12 3 0 ആണ് പൗണ്ട് ആണ് നിങ്ങൾക്ക് ആൻസറായിട്ട് വരാൻ പോകുന്നത്.